ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്നു കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ ഉപ്പയെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. തകർന്നടിഞ്ഞ മനസ്സുമായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് കരയാനുള്ള കരുത്ത് പോലും ഇല്ലാതെ തളർന്നു പോയ ആ പാവപ്പെട്ട മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തിലേക്ക് കടന്നു വരികയാ. ഹബീബിന്റെ വിശുദ്ധമായ ജനാസ കിടത്തിയ ആ മുറിയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു രംഗം ഒന്നോർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധ പൂമുഖത്ത് വിരിച്ച പുതപ്പങ്ങോട്ട് മാറ്റുകയാ. 1000 നക്ഷത്രങ്ങൾ അരിച്ചു കിടക്കുന്ന മനോഹരമായ പൂമുഖത്ത് ആ നെറ്റിത്തടത്തിൽ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബനങ്ങൾ അർപ്പിക്കുകയാ. അദ്ദേഹത്തിന് തല ഉയർത്താൻ കഴിഞ്ഞില്ല, തളർന്നു പോവുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖത്ത് അവസാനമായ ഒരു ചുംബനം അർപ്പിക്കാൻ വേണ്ടി തലകുനിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തല ഉയർത്താനുള്ള കരുത്ത് പോലും ഉണ്ടായില്ല. യാ റസൂലല്ലാഹി മാ തുയബക ഹയ്യാ വമാ തുയബക മൈതാ. ജീവിച്ചിരിക്കുമ്പോ അങ്ങെന്ത് സുഗന്ധമായിരുന്നു യാ റസൂലല്ലാഹ്. അങ്ങയുടെ സാന്നിധ്യം സുഗന്ധമായിരുന്നല്ലോ. അങ്ങയുടെ വിയർപ്പ് കണങ്ങൾ പോലും സുഗന്ധമായിരുന്നല്ലോ. അങ്ങയുടെ വർത്തമാനങ്ങൾ സുഗന്ധമായിരുന്നല്ലോ. അങ്ങ് സംസാരിക്കുമ്പോ പരിശുദ്ധമായ ആ വായയിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ പുറത്തു വരുമായിരുന്നല്ലോ. അങ്ങൊരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴിയിൽ സുഗന്ധം തങ്ങി നിൽക്കുമായിരുന്നല്ലോ. അങ്ങയുടെ ജീവിതം സുഗന്ധമായിരുന്നല്ലോ യാ റസൂലല്ലാഹ്. അങ്ങ് വഫാത്തായി കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണ് നബിയേ. ആ സുഗന്ധം ആസ്വദിച്ചിട്ട് കൊതിരിയിരുന്നതിന് മുമ്പ് എന്നെ തനിച്ചാക്കി അങ്ങ് പോയല്ലോ യാ റസൂലല്ലാഹ്. ഒരു യാത്ര പോലും പറയാതെ രാജാതിരാജനായ റബ്ബിന്റെ ഹദറത്തിലേക്ക്, അങ്ങയുടെ കൂട്ടുകാരന്റെ ഹദറത്തിലേക്ക് അങ്ങ് പോയല്ലോ നബിയേ. തളർന്നു പോയ ആ രംഗം കണ്ടുനിന്ന വീടാണത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജനാസ ഖബറടക്കിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ്. അഥവാ ഈ